എനർജി ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ലോകം അഭിമുഖീകരിക്കാൻ പോകുന്ന, വേൾഡ് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം, അതിനെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എനർജി പ്രോബ്ലം. അപ്പോൾ എന്താണ് എനർജി പ്രോബ്ലം? എനർജി പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 തരത്തിലാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് എനർജി പ്രോബ്ലം നമുക്കുണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു കാര്യം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കാരണം എന്ന് പറയുന്നത് സപ്ലൈയും ഡിമാൻഡും തമ്മിലുള്ള ആ ഒരു അന്തരം, ആ ഒരു വലിയ വ്യത്യാസമാണ്. സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനർജി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. കൂടുതലായിട്ടും ഇന്ന് ഫോസിൽ ഫ്യൂവൽസ്, പെട്രോളിയം അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് അല്ലെങ്കിൽ കോൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് സപ്ലൈ ഉണ്ട്. ആൻഡ് ദർ ഈസ് ഡിമാൻഡ്. നമ്മളെല്ലാവരും എനർജി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡിമാൻഡ്, ആവശ്യകത. പക്ഷേ ഈ ആവശ്യകത, ഡിമാൻഡ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നിരന്തരം അത് കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേൾഡ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ലോക ജനസംഖ്യ അത് വളരെ പെട്ടെന്ന് തന്നെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, കൂടുന്നത്. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണെങ്കിൽ, ഇപ്പോൾ ഏകദേശം 700 കോടി ജനങ്ങളാണ് ഈ ഭൂമിയിലുള്ളതെങ്കിൽ 2040 ആകുമ്പോഴേക്കും ദ വേൾഡ് പോപ്പുലേഷൻ ഏകദേശം 900 കോടി അല്ലെങ്കിൽ അതിനെ മറികടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ആളുകൾക്ക് എനർജി വേണം. വേൾഡ് പോപ്പുലേഷൻ കൂടുമ്പോൾ ആളുകളുടെ എണ്ണം കൂടുന്നു, ഓരോരുത്തർക്കും എനർജിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ദ വേൾഡ് ഡിമാൻഡ് ഫോർ എനർജി ഈസ് ഇൻക്രീസിങ്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ദ പെർ ക്യാപിറ്റ എനർജി യൂസേജ്, ഒരാൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രതിശീർഷ എനർജിയുടെ ഊർജ വിനിയോഗം, അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് അത് ജീവിത നിലവാരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ഏറ്റവും ജീവിത നിലവാരം കൂടുതലുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾ, അവിടെ ഒരാൾ 230 അല്ലെങ്കിൽ 230 കിലോ വാട്ട് അവർ അല്ലെങ്കിൽ 230 യൂണിറ്റ് എനർജി ഒരു ദിവസം ഉപയോഗിക്കുമ്പോൾ, ജീവിത നിലവാരം കുറഞ്ഞ ആഫ്രിക്കയിലുള്ള ജനങ്ങൾ, അവരുടെ പ്രതിശീർഷ എനർജി അല്ലെങ്കിൽ ഊർജ വിനിയോഗം എന്ന് പറയുന്നത് ഇതിൻ്റെ ഏകദേശം 1/10 വരുന്നത്. ഏകദേശം 23 കിലോ വാട്ട് അവറാണ് അല്ലെങ്കിൽ 23 യൂണിറ്റാണ്. അപ്പോൾ ഒരു രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം, ലിവിങ് സ്റ്റാൻഡേർഡ്, അതനുസരിച്ച് പ്രതിശീർഷ ഊർജ വിനിയോഗം അതും കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ചൈന, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ, അവിടുത്തെ ജീവിത നിലവാരങ്ങൾ പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൈനയൊക്കെ നമുക്കറിയാം വളരെ വികസിതമായ രാജ്യങ്ങളുടെ ഗണത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് ഇനിയധികം വർഷങ്ങൾ വേണ്ട. ഇന്ത്യയും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ജീവിത നിലവാരം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ചൈനയിലും ഇന്ത്യയിലും നമ്മുടെ ലോക ജനസംഖ്യയുടെ 1/3, 1/3 ഭാഗം ആളുകൾ വസിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ജീവിത നിലവാരം ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ എനർജിയുടെ ഉപയോഗവും നിരന്തരം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലോക ജനസംഖ്യ കൂടുന്നത് കൊണ്ട്, അതുപോലെ തന്നെ ജീവിത നിലവാരം, ആളുകളുടെ ജീവിത നിലവാരം കൂടുന്നത് കൊണ്ട് ഡിമാൻഡ്, എനർജിയുടെ ഡിമാൻഡ് അതിങ്ങനെ
സ്റ്റഡിലി എന്ന് പറഞ്ഞാൽ അത് നിരന്തരം അതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇതൊരു എനർജിയുടെ ഒരു പ്രോബ്ലം ആണ്. ഇനി എനർജിയായിട്ട് ബന്ധപ്പെട്ട് വേറൊരു പ്രോബ്ലം വരാവുന്നത് എന്താണെങ്കിൽ ദി എനർജി ഇൻഫ്രാസ്ട്രക്ചർ, എനർജിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ അത് നമ്മൾ ഫോസിൽ ഫ്യൂവൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ കോൾ, കൽക്കരി, അല്ലെങ്കിൽ ഗ്യാസ്, അല്ലെങ്കിൽ പെട്രോളിയം. അപ്പോൾ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഇന്ധനങ്ങളെയാണ് നമ്മൾ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ഈ ഫോസിൽ ഫ്യൂവൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ എനർജി ഇൻഫ്രാസ്ട്രക്ചർ നിൽക്കുന്നത്. പക്ഷേ ഇത് ഒരു സസ്റ്റൈനബിൾ എനർജി സോഴ്സ് അല്ല. എന്ന് പറഞ്ഞാൽ ഇത് സുസ്ഥിരമായിട്ടുള്ളൊരു ഊർജത്തിൻ്റെ ഒരു ഉറവിടം അല്ല. ഇതിൻ്റെ നിരന്തരമായ ഉപയോഗം കൊണ്ട് ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ റിസർവ്, ഇതിൻ്റെ നിക്ഷേപം അത് നിരന്തരം കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ആദ്യത്തെ കാര്യം ഇത് കുറഞ്ഞു വരുന്നു. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ നിക്ഷേപം കുറഞ്ഞു വരുമ്പോൾ ഇത് കുഴിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഇത് നമുക്ക് അവൈലബിൾ ആക്കാനായിട്ട് വരുന്ന കോസ്റ്റും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു പ്രോബ്ലം. അപ്പോൾ നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഫോസിൽ ഫ്യൂവലുകൾ അതിൻ്റെ നിക്ഷേപം വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഈ വളരെ കുറവായിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഈ നിക്ഷേപം നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് അത് കുഴിച്ചെടുക്കാൻ അല്ലെങ്കിൽ അതിനെ നമുക്ക് അവൈലബിൾ ആക്കാൻ ഉള്ള കോസ്റ്റ്, അതിൻ്റെ ചെലവും വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ ഒരു തലം, എനർജി പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ തലം ഇതാണ്. മൂന്നാമതായിട്ട് നമ്മുടെ മുന്നിലുള്ള ഒരു ചാലഞ്ച് അല്ലെങ്കിൽ വെല്ലുവിളി എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവൽസ്, അതാണ് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ദീസ് ഫ്യൂവൽസ് പ്രൊഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഈ ഫോസിൽ ഫ്യൂവല് ബേൺ ചെയ്യുമ്പോൾ, കത്തിക്കുമ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ടാവും. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ്. ഈ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമുദ്രത്തിൽ അല്ലെങ്കിൽ എല്ലായിടത്തും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? കാർബൺ ഡൈ ഓക്സൈഡാണ് ഗ്ലോബൽ വാർമിംഗ്, അന്തരീക്ഷത്തിൻ്റെ ആ ചൂട് വർദ്ധിക്കുന്ന ആ ഒരു പ്രതിഭാസം, അതിന് കാരണക്കാരനാവുന്നതിൽ ഒന്നാമൻ അല്ലെങ്കിൽ ആദ്യത്തെ ആളെന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ്, അതുവഴി ഉണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനം, ഇതിന് ഉത്തരവാദിയായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അതിങ്ങനെ നിരന്തരം അന്തരീക്ഷത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ ഫോസിൽ ഫ്യൂവല് ബേൺ ചെയ്യുന്നതിൽ കൂടെ അല്ലെങ്കിൽ കത്തിക്കുന്നതിൽ കൂടെ ഇതിങ്ങനെ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുവഴി ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നു. ഗ്ലോബൽ വാർമിംഗ് വഴി ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നു. പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും ലോകം മുഴുവനുള്ള ക്ലൈമറ്റ്, കാലാവസ്ഥ, അതിൽ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എനർജിയായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കണം. ഈ ചാലഞ്ചസിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കണം. ഇതിന് നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന വലിയ സാധ്യതയാണ് സോളാർ എനർജി. സോളാർ എനർജി നമുക്കറിയാം, അത് നിരന്തരം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊരു ചിലവും നമുക്കില്ല. അത് എത്രയോ കോടാനുകോടി വർഷങ്ങളോളം നമുക്ക് സൂര്യനിൽ നിന്നുള്ള എനർജി നമുക്ക് ലഭിക്കും. അതുപോലെ ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു ക്ലീനായിട്ടുള്ള എനർജിയാണ്. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട്, സോളാർ എനർജി ഉപയോഗിക്കുന്നത് കൊണ്ട് അന്തരീക്ഷ മലിനീകരണം ഒട്ടും തന്നെ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം എനർജി സോഴ്സസ്, നോൺ കൺവെൻഷണൽ അല്ലെങ്കിൽ പാരമ്പര്യേതര എനർജി സോഴ്സസ് ഉപയോഗിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഈ സാധ്യതകൾ
ആണ് നമ്മൾ ഈ എനർജി ചാലഞ്ചസ്, അല്ലെങ്കിൽ നമ്മളുടെ മുന്നിൽ ഈ എനർജിയായിട്ട് ബന്ധപ്പെട്ട് ഈ നൂറ്റാണ്ടിലുള്ള ഈ വെല്ലുവിളി, അതിനെ മറികടക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എനർജി സോഴ്സാണ് സോളാർ എനർജി.